എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ രീതിയിൽ ഞാനിത് പറയാം, ബിക്കോസ് ഇറ്റ്സ് എ ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് ടു എക്സ്പ്ലെയിൻ. നമുക്ക് ഫാമിലി എന്നുള്ളൊരു ബബിൾ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എപ്പോഴാണ് നമ്മുടെ ലൈഫിൽ വന്നത്? ജനിച്ചപ്പോൾ തൊട്ടേ ഉണ്ട്. കറക്റ്റാണോ? യെസ്. രണ്ടാമത് ഫ്രണ്ട്സ് എടുക്കുക. ഫ്രണ്ട്സ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ ലൈഫിൽ എപ്പോഴായിരിക്കും വരുന്നത്? ഒരു 7 വയസ്സ്, ഒരു 8 വയസ്സാകുമ്പോഴാണ് ബോധം വന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ. ആദ്യമൊക്കെ LKG ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും പലപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമുക്കൊരു ക്യാരക്ടർ ഫോം ചെയ്തതിന് ശേഷമാണ് ഫാമിലി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട്സ്, ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ഇമോഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ ഈ സർക്കസിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ജഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? എന്താണ് ഇങ്ങനെ ചെയ്യുക അവർ? 2 ബോൾ, ആദ്യം അയാൾ 1 ബോൾ ഇങ്ങനെ ചെയ്യും, എന്നിട്ട് അയാൾ 2 ബോൾ, ജഗ്ലിംഗ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ജഗ്ലിംഗ് ഇങ്ങനെ ചെയ്യുമ്പോൾ 2 ബോൾ വന്നു, 2 ബോളിനെ അയാൾ ഇങ്ങനെ ജഗ്ൽ ചെയ്യും. മൂന്നാമതൊരു ബോൾ ഒരുത്തൻ അവിടെ നിന്ന് എറിയും. ചിലപ്പോൾ ഒരു ക്ലൗൺ ആയിരിക്കും, അയാൾ എറിയുമ്പോൾ ഒരു ഇച്ചിരി ഒരു പ്രശ്നമുണ്ട്, എങ്കിലും അവൻ എങ്ങനെയോ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യും? ആ 3 ബോളും അവൻ ബ്യൂട്ടിഫുള്ളായിട്ട് ഹൈറ്റിലൊക്കെ എറിയും. പെട്ടെന്നൊരു 4ാമത്തെ ബോൾ വരും, 5ാമത്തെ ബോൾ വരും, 6ാമത്തെ ബോൾ വരും, 7ാമത്തെ ബോൾ വരും, 8ാമത്തെ ബോൾ വരും. ഏറ്റവും കൂടുതൽ ബോൾ വരുമ്പോഴാണ് ഏറ്റവും വലിയ കൈയടി. ഒരു ബോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ആരെങ്കിലും കൈയടിച്ചാ? ഇല്ല. 2 ബോൾ വന്നപ്പോൾ ഓക്കെ, ഇതെനിക്ക് പറ്റുമായിരിക്കും എന്നുള്ളൊരു ഓഡിയൻസിലെ ആൾക്കാർ ചിന്തിച്ചാണ്. പക്ഷെ ഒരു 10-15 ബോളുകൾ അവൻ ഇങ്ങനെ ചെയ്തപ്പോൾ ആൾക്കാരിങ്ങനെ സ്തംഭിച്ച് നിന്ന് നോക്കുകയാണ്, അവൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ബിക്കോസ് ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. കറക്റ്റ്. ഇനി ഇതേ കോൺസെപ്റ്റ് ഞാൻ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതി വെച്ചിരിക്കുന്ന 4-5 ബബിൾസാണ് ഇവിടെ ഉള്ളത്. എത്ര പേരാണ് ഇത്രയും സാധനങ്ങൾ ബ്യൂട്ടിഫുള്ളായിട്ട് താഴെ വീഴാണ്ട് നിങ്ങളെ കൊണ്ട് ഇതിൽ എത്ര എണ്ണം ജഗിൾ ചെയ്യാൻ പറ്റും? പലരും പറയും ഞാൻ ഫാമിലിയും കരിയറും ജഗിൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫ്രണ്ട്ഷിപ്പ് കൈവിട്ടു പോയി. ഫ്രണ്ട്ഷിപ്പ് അത് കോളേജ് കഴിഞ്ഞിട്ട് കൈവിട്ടു പോയി. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, വർഷത്തിലൊരിക്കൽ വിളിക്കും, കൈവിട്ടു പോയി. ചിലർ പറയും ഞാൻ ഹെൽത്തും ഫാമിലി നോക്കുന്നുണ്ട്, കരിയർ കൈവിട്ടു പോയി. ചിലർ പറയും എനിക്ക് പൈസ ഉണ്ട്, ദാറ്റ് ഈസ് ദ ഓൺലി തിങ് ഐ ഹാവ്, ഫാമിലി കൈവിട്ടു പോയി, എൻ്റെ മക്കൾ എന്നെ വിളിക്കാറുകൂടി ഇല്ല എന്ന് പറയും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര റിച്ച് ആൾക്കാരാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര ഹെൽത്തി ആൾക്കാരാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവർ ഒരു വലിയ കുടുംബത്തോടെയാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ ഇവർക്കൊക്കെ എവിടെയൊക്കെ ഒരു ബാലൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളുടെ ലൈഫിൽ ഇനിയിപ്പോൾ പലരും പറയും എനിക്ക് ഫ്രണ്ട്സിൻ്റെ ആവശ്യമില്ല, ദെൻ ഇറ്റ്സ് ഗുഡ്. പലരും പറയും എനിക്ക് ഫാമിലിയുടെ ആവശ്യമില്ല, ഓക്കെ, ദാറ്റ്സ് യുവർ ഡിസിഷൻ.